ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മൾ 2020 മുമ്പുള്ള മഹീന്ദ്ര നോക്കിയാലും അതുപോലെ ഇപ്പോൾ ഉള്ള മഹീന്ദ്രയുടെ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കിയാലും രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. 2020 മുന്നേ എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വണ്ടികൾ വിറ്റുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ബൊലേറോ ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഇറങ്ങിയ വണ്ടികൾ ഇപ്പോൾ XUV 300 ഒക്കെ 2019 ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയതാണ്. അതൊന്നും ആ സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവർക്ക് സ്കോർപ്പിയോ ഉണ്ട്. അങ്ങനെ അവരുടെ കുറച്ച് പഴയ വണ്ടികളൊക്കെ വെച്ചാണ് അവർ മാർക്കറ്റ് പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ XUV 500 ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതെല്ലാം പറയാൻ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2020 അവർ താർ ലോഞ്ച് ചെയ്തത്. താർ ലോഞ്ച് ചെയ്ത് അവരുടെ ആദ്യത്തെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ന് പറയാം. ആ സമയത്ത് ഭയങ്കര ന്യൂസൊക്കെ വന്നു. അതായത് വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ആ സമയത്ത് താറിന് കിട്ടിയത്. ചറപറ ബുക്കിങ്ങും ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഴയ ജനറേഷൻ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ റിവ്യൂസ്, ഭയങ്കര ഹൈപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുള്ള മിക്ക വണ്ടികളും സക്സസ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിപ്പോൾ XUV 700 ആയാലും അല്ലെങ്കിൽ സ്കോർപ്പിയോ ആയാലും ഈ വണ്ടികളൊക്കെ തന്നെ ഇറങ്ങിയ സമയത്ത് തന്നെ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ വലിയ റെക്കോർഡുകളൊക്കെ ഇട്ടിട്ടുള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ അവർ താറിൻ്റെ റിയർ വീൽ ഡ്രൈവ് ഇറക്കി. പിന്നെ ഈ അടുത്ത് XUV 3X ഇറക്കി. പിന്നെ XUV 400. അതാണ് കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഇത്തിരി ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി വണ്ടികളുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആൻഡ് ആ സമയത്ത് ഈ 2020 മുമ്പൊക്കെ മഹീന്ദ്ര ഏകദേശം ഒരു 15,000, 20,000, 25,000 വരെയൊക്കെയാണ് മാക്സിമം ഒരു മാസം വണ്ടികൾ വിറ്റുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവർക്ക് ഈ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വന്നതും ആൾക്കാർക്ക് വണ്ടി കൊടുക്കാനുള്ള അത്യാവശ്യം വന്നതും അതുപോലെ ഭയങ്കര വെയിറ്റിംഗ് പീരീഡിലേക്ക് പോയതും പിന്നെ അവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയതും ഒക്കെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഒരു മാസം എങ്ങനെയായാലും 40,000 വണ്ടികൾ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 39,000 വണ്ടികളാണ്. ആൻഡ് ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ പ്ലാനിങ് വെച്ച് അവർ വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ആലോചിക്കുന്നത്. അതിനുവേണ്ടി ഒരു 23 വണ്ടികളാണ് 2030 കൊണ്ടുവരാൻ ആലോചിച്ചിരിക്കുന്നത്. ഇത് കമേഴ്ഷ്യൽ വണ്ടികളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതിൻ്റെ അകത്ത് 7 കമേഴ്ഷ്യൽ വണ്ടികൾ നമുക്ക് കാണാം, ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്. അതുപോലെ തന്നെ 7 ബോൺ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു പേര് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള 9 SUVസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ അതായത് കമ്പനികൾ ഇലക്ട്രിക് വണ്ടികളാണ് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ 9 ഇലക്ട്രിക് അല്ലാത്ത നമ്മുടെ ഐസ് പവേർഡ് ആയിട്ടുള്ള SUVs കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ 7 EVs എന്ന് പറയുമ്പം അവർ ഓൾറെഡി കുറേ കോൺസെപ്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് BE05 ഉണ്ട്, BE07 ഉണ്ട്, പിന്നെ BE09 ഉണ്ട്. അതുപോലെ XUV സീരീസിൽ XUV E8, XUV E9, പിന്നെ നമ്മുടെ താർ E, പിന്നെ അവർ റാൽ E കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് താർ E കാണുന്നത്. അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ സ്കോർപ്പിയോ എന്നിൻ്റെ ഒരു ഇലക്ട്രിക് പിക്കപ്പ് പോലത്തെ സാധനം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ നമുക്ക് ചോദ്യമൊന്നുമില്ല. അവർ കാണിച്ച കോൺസെപ്റ്റുകളിൽ കുറേ വണ്ടികൾ അവർ ഇറക്കുമായിരിക്കും. ഈ 9 പുതിയ SUVs ഏതൊക്കെയാണെന്നാണ് നമ്മളിനിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. അതിലൊരു വണ്ടി ഏതായാലും ഈ വർഷം വരും, നമ്മുടെ താർ 5 ആണ്. പിന്നെ XUV 3XO ചിലപ്പോൾ കൂട്ടിയിട്ടായിരിക്കും അവർ നമ്പർ പറഞ്ഞിട്ടുണ്ടാവുന്നത്. പിന്നെ ഞാനിപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ നമ്പേഴ്സൊക്കെ പറയുന്നത്, കണക്കുകളൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. മഹീന്ദ്രയുടെ ഈ അടുത്തൊരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് പുറത്തുവിട്ട അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഇയർ 2020 എന്ന് വെച്ചാൽ 2021 മാർച്ച് 31 വരെയുള്ള സമയം, അതിനുള്ളിൽ അവർ 19K വണ്ടികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് വെച്ചിരുന്നത്. പക്ഷേ 2023 ഫൈനാൻഷ്യൽ ഇയർ തീരുന്നതോടുകൂടി 39,000 വണ്ടികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആക്കും എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്കിപ്പോൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ആ കണക്കുകൾ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ മിക്കവാറും ഇനി വരാൻ പോകുന്ന കാലത്തും അവർ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ FY 2024 തീരാനാവുമ്പോൾ, അതായത് നമ്മുടെ 2025 മാർച്ച് 31 ആവുന്നതിനുള്ളിൽ 49,000 വണ്ടികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർ പിടിക്കും. അതുപോലെ 2026 മാർച്ച് 31 ആവുന്നതിന് മുമ്പ് 64,000 വണ്ടികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പിടിക്കും. ആൻഡ് 2027 മാർച്ചിനുള്ളിൽ അവർ 72,000 വണ്ടികൾ വരെയുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 72,000 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളതിൽ സെക്കൻഡ് പൊസിഷനിൽ അവർക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്. പക്ഷേ എന്തായാലും അടുത്ത വർഷം ആ ഒരു സമയമാകുമ്പോൾ തന്നെ 50,000 വണ്ടികളുടെ ഒരു മൈൽ സ്റ്റോൺ എത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഈ സമയത്ത് ഏകദേശം നമ്മുടെ ഹ്യുണ്ടായി, ടാറ്റ, ഇവർ രണ്ടുപേരും ഈ ഒരു 50,000 മാർക്കിലാണ് കിടന്ന് കളിക്കുന്നത്. മിക്കവാറും കുറച്ച് കാലത്തിനുള്ളിൽ, അതായത് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇത്തിരി മുകളിലേക്ക് പോകുമായിരിക്കും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച്. മഹീന്ദ്രയുടെ എന്തായാലും ഇപ്പോൾ ഡിമാൻഡ് നന്നായിട്ട് കൂടുന്നുണ്ട്. അവർ പുതിയൊരു വണ്ടി ഇറക്കുകയാണെങ്കിൽ അതിനൊക്കെ റെക്കോർഡ് ബുക്കിങ്സ് ആണ് വരുന്നതല്ല. അതവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മിക്ക വണ്ടികളിലും ഈ മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ബുക്കിങ്സും ലക്ഷക്കണക്കിന് ബുക്കിങ്സും ഒക്കെയാണല്ലോ വരുന്നത്.
എനിവേ ഇതിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ 2025 എക്സിറ്റിനുള്ളിൽ അവർ പറയുന്ന അവരുടെ ഇപ്പോൾ ഉള്ള SUV-കളുടെ പ്രൊഡക്ഷൻ 5000 വണ്ടികൾ വെച്ച് കൂട്ടുമെന്നാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 64,000 ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് 5,000 അവരുടെ ഓൾറെഡി ഉള്ള വണ്ടികളുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൻ്റെ ആയിരിക്കും. അതുപോലെ EV-യുടെ കപ്പാസിറ്റി അവരവിടെ 10,000 ആയിരിക്കും വെക്കാൻ പോകുന്നത്. ഇതിന് പുറമെ 2026 ഫൈനാൻഷ്യൽ ഇയർ തീരുന്നതോടുകൂടി 8,000 EVs-ൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർ ഒന്നുകൂടെ കൂട്ടും. എന്ന് വെച്ചാൽ ടോട്ടൽ ഏകദേശം 18,000 വണ്ടികളുടെ അടുത്തായിരിക്കും അവർക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും EVs പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. 72,000 വണ്ടികൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അതും വളരെ മികച്ച നമ്പറാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് പോവുകയാണെങ്കിൽ ടാറ്റ ഒരു മാസം ഏകദേശം 5,000-6,000 റേഞ്ചിലാണ് EV-കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഇനിയും കൂടും കേട്ടോ. അവരിപ്പം ഈ അടുത്ത് കുറേ EVs 5 EV ഒക്കെ എടുത്ത് ഇറങ്ങിയതാണ്. ആൻഡ് അവർ നമ്മുടെ ഫോർഡിൻ്റെ പ്ലാന്റിലൊക്കെ ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ ഇനി കൂട്ടാവുന്നേ ഉള്ളൂ EVs-ൻ്റെയും അതുപോലെ മറ്റുള്ള വണ്ടികളുടെയും. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ബേസിസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. ഇനി ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതെത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് SUV-കൾക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫൈനാൻഷ്യൽ ഇയർ 2025 to 2027 8,500 കോടി രൂപയാണ്. അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടി 4,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സസ്റ്റൈനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള അവരുടെ പരിപാടികൾ, അതായത് ഇപ്പോൾ എഞ്ചിൻ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൾറെഡി നടക്കുന്ന സംഭവങ്ങൾ, അതിനുവേണ്ടി ഒരു 1,500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 14,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അവർ ഇന്റേണൽ കമ്പഷൻ പവർഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് CV അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിളൊക്കെ. പിന്നെ വരുന്നത് മീൽ. ഈ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികളുടെ ഡിവിഷനാണ്. അതിൻ്റെ ഫുൾ ഫോം മഹീന്ദ്ര ഇലക്ട്രിക് ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നാണ്. ഇത് നമ്മുടെ ടാറ്റയ്ക്കുണ്ട് TPEML, അതായത് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്. അതാണ് ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികളുടെ കമ്പനിയുടെ ഫുൾ ഫോം. ഇതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഫോംസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി അവർ 12,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 26,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിന് അതർ സബ്ജക്ട്സ് ആ സംഭവങ്ങളൊക്കെ ആയിട്ട് 1,000 കോടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2027 ഫൈനാൻഷ്യൽ ഇയർ തീരുന്നതിനുള്ളിൽ മഹീന്ദ്ര ഇവിടെ ഇന്ത്യയിൽ 27,000 കോടി രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു വളരെ വലിയ നമ്പറാണ്. നമ്മൾ ഈവൻ പല മെയിൻ സ്ട്രീം മാനുഫാക്ചറേഴ്സൊക്കെ നോക്കിയാൽ പോലും, ഈവൻ ഫോക്സ്വാഗനൊക്കെ ഇന്ത്യയിൽ 2.0 പ്രൊജക്ട് തുടങ്ങിയ സമയത്ത് 8,000 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾക്കും മറ്റുള്ള പരിപാടികൾക്കും കൂടി ഏകദേശം ഈ മഹീന്ദ്രയുടെ അത്രയൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹീന്ദ്ര ഈ അടുത്ത് നടന്ന അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മഹീന്ദ്ര ഇനിയും ഈ വരുന്ന കാലത്ത് വളരെ വലിയൊരു ഓട്ടോമോട്ടീവ് കമ്പനി ആവും, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന 72,000 വണ്ടികളുടെയൊക്കെ കപ്പാസിറ്റിയൊക്കെ ഇവർ പറയുന്ന സമയത്തിനുള്ളിൽ എത്തി വരുമ്പോഴേക്കും നമ്മുടെ ടാറ്റയ്ക്ക് ഉണ്ടായൊക്കെ മുന്നിലേക്ക് പോയി വീണ്ടും സെക്കൻഡും തേർഡും പൊസിഷനൊക്കെ കൈവരിച്ച് മഹീന്ദ്രനെ 4th പൊസിഷനിൽ തന്നെ നിർത്തും എന്നുള്ളതൊക്കെ. എന്തായാലും ടാറ്റയുടെയും ഹ്യുണ്ടായിയുടെയും പ്രൊഡക്ഷൻ കുറച്ചുകൂടെ മുകളിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആ ഒരു സമയം ആകുമ്പോഴേക്കും ഈ 3 പേരും ഏകദേശം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടാറ്റയും ഹ്യുണ്ടായാണ് അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചില മാസങ്ങളിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് കയറാറുണ്ട്. ടാറ്റ സെക്കൻഡും ഹ്യുണ്ടായി തേർഡും ഒക്കെ ആവാറുണ്ട്. കാരണം രണ്ടും ഏകദേശം 50,000 കളിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മഹീന്ദ്ര പക്ഷേ ഇപ്പോൾ 40,000 റേഞ്ച് ആയതുകൊണ്ട് അവർക്ക് ഇവർ രണ്ടുപേരായിട്ട് വലിയൊരു കോമ്പറ്റീഷൻ വരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ വരും കാര്യങ്ങളിൽ തീർച്ചയായും അത് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 1 കമ്പനിയെ ഓവർടേക്ക് ചെയ്യാനുള്ള വല്ല വകുപ്പുണ്ടോ എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ടി വരും. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.